ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ. ആ പൃഷ്ഠന്ന കഴിച്ച് എലമക്കിയുടെ ചിരിനക്കിയുടെ പൃഷ്ഠന്നക്കി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ എലമക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കറിയ സലാഹിയുടെ പൃഷ്ഠന്നക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത്. ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. അദ്ദേഹം ഛർദിച്ചതാണ് ജബ്ബാർ മൗലവി കുടിച്ചത്. ആ പൃഷ്ഠന്ന കഴിച്ച് എലമക്കിയുടെ ചിരിനക്കിയുടെ പൃഷ്ഠന്നക്കി എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. എലമക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കറിയ സലാഹിയുടെ പൃഷ്ഠന്നക്കികളാണ് ഇത്തരത്തിലുള്ള മൗലവി കുടിച്ചത്. ആ പൃഷ്ഠന്ന കഴിച്ച് എലമക്കിയുടെ ചിരിനക്കിയുടെ പൃഷ്ഠന്നക്കി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ എലമക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കറിയ സലാഹിയുടെ പൃഷ്ഠന്നക്കി. ഖുർആൻ സുന്നത്തുമല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്നവർ ഒറ്റപ്പെടുത്താൻ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തുമല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്നവർ ഒറ്റപ്പെടുത്താൻ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തുമല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്നവർ ഒറ്റപ്പെടുത്താൻ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തുമല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്നവർ ഒറ്റപ്പെടുത്താൻ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. ഖുർആനിന്റെ വിഷയമായിരുന്നു സംഘടനയിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്രതിജ്ഞ എഴുതുന്നത് അങ്ങനെയല്ലേ. സംഘടന കേരള പഞ്ചായത്തിന്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളം എന്താണ് പറയുന്നത് അനുസരിച്ച് നടത്തണം. അവർ ഈ തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടറിയത് അല്ലേ, വാരി വിതറിയത് അല്ലേ. കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി, നിങ്ങൾ ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ അതിന് ഗുണമിടുക, നിങ്ങൾ അതിനെ പിന്തുടരുക, അനുസരിക്കുക. അതാണ് ഒരു സംഘടനയോട് ചെയ്യാനുള്ളത്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി,